ബിജു മാത്യൂസ് അല്ലാതെ മറ്റൊരാൾ ഒരാളെങ്കിലും ഇവർക്ക് പിന്തുണ പിൻവലിക്കുക അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആ നിമിഷം രാജിവെച്ചിറങ്ങും എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം ഉന്നത നേതാക്കളെ ചാരി ഉന്നത നേതാക്കളെ നോക്കി നിൽക്കുന്നത്. ഉന്നത നേതാക്കൾ, കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ ആരെങ്കിലും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ ഇതുപോലെ കയ്യേറ്റം ചെയ്തിട്ട് ഇദ്ദേഹത്തിനൊപ്പം കൂടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ കയ്യേറ്റം ഒരു തവണയല്ല, പല തവണയുണ്ടായി. ഞങ്ങളുടെ സ്വതന്ത്ര കൗൺസിലർ, അതായത് കോൺഗ്രസ് വിമതയായിട്ടുള്ള കൗൺസിലർ നമ്മുടെ വൈസ് ചെയർപേഴ്സണാണ്. അവർക്കെതിരെ ഉണ്ടായ ഒരു വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടായി. സഹിക്കാൻ വയ്യാതെ ഈ കൗൺസിലിൽ നിന്ന് ഇറങ്ങി, ഈ ഹാളിൽ നിന്ന്, ഇവരുടെ ചേംബറിൽ നിന്ന് ഇറങ്ങി ഓടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കയ്യേറ്റം ശ്രമങ്ങളും ഒന്നാമതല്ല, പലതവണ നടന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ സഹിച്ച് മുമ്പോട്ട് പോകാൻ കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള ഞങ്ങളുടെ നേതാക്കൻ ഇതേ പറഞ്ഞു തന്നെ ഉന്നത നേതാക്കളുടെ ആ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കൂട്ടുകെട്ടുണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചും പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇദ്ദേഹം, ഞങ്ങളത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ മോഷണ കേസിൻ്റെ കാര്യമൊക്കെ ഇദ്ദേഹം എനിക്കെതിരെ പറയുന്നുണ്ട്. ഹൈക്കോടതി മോഷണ കേസിൽ ഇദ്ദേഹം പ്രതിയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ മുനിസിപ്പാലിറ്റിയുടെ, അതായത് ഈ ഹാളിലിട്ട് ഒരു സഹപ്രവർത്തകനെ, ബൈജു കൊല്ലംപറമ്പൻ എന്ന സഹപ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മർദ്ദനത്തിന് ഇരയായിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്താൽ എത്രയോ പേരാണ് നേരിട്ട് ശാരീരിക മർദ്ദനം ഏറ്റിട്ടുള്ള, എത്രയോ പേര് മാനസികമായിട്ട് ഇദ്ദേഹം എത്രയോ പേരെയാണ് ദ്രോഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരാളുമായിട്ട് ചേർന്ന് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ഈ ഉന്നത നേതാക്കളെ, MP, MLA എല്ലാവരെയും ഞങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതാണ്. അത് അവർക്ക് അറിയുകയും ചെയ്യാം. അന്ന് അവർ മുമ്പോട്ട് കൊണ്ടുപോയ ഒരാശയം ഇതാണ്, ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം. അത് ഞങ്ങൾ അങ്ങേയറ്റം കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് മുമ്പിൽ, UDFൻ്റെ നേതാക്കൾക്ക് മുമ്പിൽ ഇപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. അവരതൊക്കെ ഓർക്കുന്നത് തന്നെയുണ്ട്. ഇനി ഒരു കാരണവശാലും ഇതുപോലെ അതായത് ഇതൊരു പൈശാചിക ശക്തി പോലെയാണ് ഇവരുടെ പ്രവർത്തനം. ഇത് തുറന്നു പറയുന്നത് ഈ പാലായിലെ എല്ലാവർക്കും വേണ്ടിയാ, എനിക്ക് വേണ്ടിയല്ല. താങ്കൾ ഇപ്പോഴും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള മോഷണ കേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ജോസ് ജെ ചീരാങ്കുടിയുടെ ആ സമയത്തെ കേസിനെ കുറിച്ചായിരിക്കും താങ്കൾ പറയുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ താങ്കൾ അദ്ദേഹത്തെ അദ്ദേഹം പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തെ ചിത്രീകരിച്ചിട്ടുണ്ട് താങ്കളുടെ സംഭാഷണത്തിലൂടെ. അതിനെനിക്ക് അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ എടുക്കാം. ഈ കേസുകളൊക്കെയാണോ താങ്കൾ പറയുന്നത്? ചീരാങ്കുടിയുടെ കേസൊക്കെയാണോ പറയുന്നത്? ഞാനത് പറയുന്നതിന് കാരണമുണ്ട്. എനിക്കെതിരെ